നമ്മളെ റിയാസ് ഇല്ലേ, ടൂറിസം മന്ത്രി, അവനോട് ചോദിക്കും, നിങ്ങൾ ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് മലയാളികൾ ഏറ്റവും തീർത്ഥാടകർ ടൂറിസ്റ്റുകൾ എവിടേക്കാ പോയതെന്ന് റിയാസിനോട് നിങ്ങൾ ചോദിച്ചാൽ അയാൾ പറയും ജമ്മു കാശ്മീരിലേക്കാണ് പോയത്. ഏറ്റവും കൂടുതൽ മലയാളികൾ ജമ്മു കാശ്മീരിലേക്ക് പോയത്. അത് ആര് കാരണം? മോദി കാരണം. എന്താ? ഈ അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയിട്ട് പറഞ്ഞത് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ്. ഏത് അമേരിക്ക പിന്നെ നാട്ടിലില്ലാത്ത പിന്നെ ചുങ്കം ഏർപ്പെടുത്തി രാജ്യത്ത് ലോകത്തിലുള്ള എല്ലാവരെയും പിന്നെ പിഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവർ നടുക്കടലിലാണ്. ആ രാജ്യത്ത് പോയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് പറയാണ് ഇന്ത്യൻ എക്കോണമി മരിച്ചു കഴിഞ്ഞു. ഏത്? ഗൾഫുകാർ വന്നു, എല്ലായിടത്തും LPG പ്രതിസന്ധിയിലായിരുന്നു. നിങ്ങള് ലോകത്തിന്റെ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുന്നവർ, മലയാളിക്ക് എല്ലാം അറിയാൻ കാണാം. നമ്മൾ ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ കാണുന്നവരാണ്. പെട്രോളിനും ഡീസലിനും ലോകം മുഴുവൻ വില വർദ്ധിച്ചു. LPG പാചകവാതകം ഒരു സ്ഥലത്തും ഉണ്ടായില്ല. ഇവരിവിടെ പ്രതീക്ഷിച്ചു. ആര്? നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമ സുഹൃത്തുക്കളും പിന്നെ ഞാൻ ഈ പറഞ്ഞ അർബൻ നക്സലുകളും എല്ലാം പ്രതീക്ഷിച്ചു ഉടനെ ഇപ്പോ ഹോട്ടലുകളൊക്കെ പൂട്ടും. ഇവിടെ പൂട്ടണം, അരാജകത്വം ഉണ്ടാവണം, അതാണ് ഒരു ആഗ്രഹിക്കുന്നത് കുറച്ച് ആൾക്കാർ. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യം ഒറ്റക്കെട്ടായിട്ട് മോദിയോടൊപ്പം നിന്നു. നമ്മള് അന്തസ്സായിട്ട് ഈ പ്രതിസന്ധി അതിജീവിച്ചു. പെട്രോള് പങ്കുകൾ അടഞ്ഞില്ല. എവിടെയും പെട്രോൾ കിട്ടാതായി, ഡീസലോ കിട്ടാതായില്ല, LPG കിട്ടാതായില്ല. ഒരു ക്ഷാമവും നമ്മുടെ രാജ്യത്തുണ്ടായില്ല. അതിന്റെ ഫലമായി ഒരു വിലക്കയറ്റവും, ഒരു സിംഗിൾ നയാ പൈസയുടെ ടാക്സ് അധികം നമ്മൾ ഈ ഗൾഫ് വാറിന്റെ പേരിൽ ബാക്കി എല്ലാവരും വലിയ ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ ഏർപ്പെടുത്തിയില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് ഇതൊരു ഡെഡ് എക്കോണമിയാണ്, നമ്മൾ ചത്തു. ഏത്? ഈ രാജ്യത്ത് 10ാം സ്ഥാനത്തായിരുന്നു മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി. നമ്മളിപ്പോ 4 കടന്ന് 3ലേക്ക് വരികയാണ്. അത് അംഗീകരിക്കണ്ട. പക്ഷെ രാജ്യത്തിന് വെളിയിൽ പോയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് GST കൊണ്ടുവന്നു. കാരണം നമ്മൾക്ക് കച്ചവട കോഴിക്കോട് നഗരത്തിലെ ഏത് ആൾക്കാർക്കും അറിയാം, പലവിധ ടാക്സ് ആയിരുന്നു നമ്മൾ. വാറ്റായിട്ടും അതായിട്ടും ഇതായിട്ടും പിന്നെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതായിട്ടും പോകുന്നതായിട്ടും നാട് മുഴുവൻ ചെക്ക് പോസ്റ്റും എല്ലാം ചേർന്ന് അങ്ങേയറ്റത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു GST വരുന്നതിന് മുമ്പ്. രാജ്യത്തെ GST ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ചങ്ങാതി എന്താ പറഞ്ഞത്? GST എന്ന് പറഞ്ഞാൽ ഗബ്ബർ സിംഗ് ടാക്സ് ആണ്, നമ്മൾ ഇതിനെ ബഹിഷ്കരിക്കണം. നോക്കൂ, ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഇത്രയും നല്ലത് ഉപഭോക്താവിനും കച്ചവടക്കാർക്കും എല്ലാം. അത് 5 കൊല്ലം കഴിഞ്ഞപ്പോ നമുക്ക് അതൊരു ടെസ്റ്റ് അത് പരീക്ഷിച്ച് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ ഒരു കയറുപിരി മന്ത്രി ഉണ്ടായിരുന്നു, നമ്മുടെ അന്നത്തെ ധനകാര്യ മന്ത്രി. അന്നാണ് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. പക്ഷെ അവസാനം ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു GST വഴി നമുക്ക് നല്ല ലാഭം നമ്മുടെ സ്റ്റേറ്റിനുണ്ടായിരിക്കും. ഗബ്ബർ സിംഗ് ടാക്സ് ആണെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഗവൺമെന്റ് ആണ് രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പുകൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, മോദിയല്ല. 2004 മുതൽ 2014 വരെ ഈ രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചില സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത്. 2004 തെരഞ്ഞെടുപ്പിലാണ് EVM ഇന്ത്യയിൽ ആദ്യമായി എല്ലായിടത്തും വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. അന്ന് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. നമ്മളാരും പറഞ്ഞില്ല EVM തട്ടിപ്പാണെന്ന്. പേപ്പർ ബാലറ്റ് വേണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല. നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പോവുകയാണ്. വികസിത രാജ്യങ്ങളിലെല്ലാം വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുകയാണ്. ഈ പോളിംഗ് ബൂത്തിന്റെ ഒന്നും ആവശ്യമില്ല. സുരക്ഷിതമായ ഒരു ID ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വിദേശ രാജ്യങ്ങളിലെല്ലാം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് EVM വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ല നിലയിൽ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയപ്പോൾ BJP ഏതൊക്കെ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ അതെല്ലാം EVM ടാമ്പറിങ്. കോൺഗ്രസ് എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടോ അതൊക്കെ ജനാധിപത്യത്തിന്റെ വസന്തകാലം. ഈ ചങ്ങാതി രാഹുൽ ഗാന്ധി പരസ്യമായി ഒരു ആരും നടത്താത്ത പോലെ ഒരു നാടകം കഴിഞ്ഞ കുറച്ചു കാലം പത്രസമ്മേളനം സ്റ്റേജിൽ കുറച്ച് PPT ഒക്കെ വെച്ച് കിണാപ്പിയൊക്കെ വെച്ച് അയാൾ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുക. അവസാനം സൈ കെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു, എടോ ചങ്ങാതി, EVM ടാമ്പർ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു ടെക്നീഷ്യനുമായി താങ്കൾ സാങ്കേതിക വിദ്യയുമായിട്ട് താങ്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ വരണം. എത്ര സമയം വേണമെങ്കിലും തരാം. EVM ടാമ്പർ ചെയ്യുന്നു അങ്ങ് തെളിയിക്കണം. 1 തവണ നോട്ടീസ് അയച്ചു, രാഹുൽ ഗാന്ധി മറുപടി അയച്ചില്ല. 2 തവണ നോട്ടീസ് അയച്ചു, രാഹുൽ ഗാന്ധി മറുപടി അയച്ചില്ല. 3 തവണ മറുപടി അയച്ചു, രാഹുൽ ഗാന്ധി മറുപടി അയച്ചില്ല. ഇന്നേ വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ EVM ടാമ്പർ ചെയ്യുകയാണ് എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ തെളിയിക്കാൻ
രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും ആവശ്യപ്പെട്ടത് അദ്ദേഹം അതിനോട് റെസ്പോണ്ട് ചെയ്യാനേ തയ്യാറായില്ല. ശരത് പവാറിനെ പോലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഇന്ത്യയിലെ നേതാക്കന്മാർ പറഞ്ഞു, ഈ ചങ്ങാതി വിഡ്ഢിത്തമാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പലതവണ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളും NCP നേതാക്കളും എല്ലാം പറഞ്ഞു, ഇനി ഈ ആരോപണം ഉന്നയിക്കരുത്. നോക്കൂ നിങ്ങൾ, ഇന്ന് രാവിലെ ഞാൻ TV വെച്ച് നോക്കിയപ്പോ രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ UDF-ന്റെ ഈ രാഹുൽ ഗാന്ധിയുടെ വർത്തമാനം കേട്ടിട്ട് 42 ലക്ഷം ഉറുപ്പിക നമ്മുടെ കാസർഗോഡ് MLA-യും നമ്മുടെ ഉദുമയിലെ MLA-യും 42 ലക്ഷം ഉറുപ്പിക വെച്ചിട്ട് EVM ടാമ്പർ ചെയ്ത് ജയിക്കാം എന്ന് പറഞ്ഞ് അവരെ കായ് പോയി. മലയാളത്തിലെ എല്ലാ ചാനലുകളും ഇന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആര് ഉത്തരവാദി? BJP അല്ല, പത്രങ്ങളല്ല, കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി കാരണമാണ് കല്ലട്ര മായനാജിക്കും നീലകണ്ഠനും 42 ലക്ഷം ഉറുപ്പിക പോയത്. കാരണം അവരോട് പറഞ്ഞു EVM ടാമ്പർ ചെയ്ത് തരാം. ഈ ചങ്ങായിമാർ അത് വിശ്വസിച്ചു. പിന്നെ കല്ലട്ര മായനാജിന്റെ അടുത്തൊക്കെ നല്ല കള്ളപ്പണം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വിചാരിക്കും. ആ നീലകണ്ഠന്റെ കാര്യമാണ് പാവം. അയാൾ നമ്മളെപ്പോലത്തെ ഒരു പാവപ്പെട്ട നേതാവാണ്. അയാൾക്കും പോയി തെരഞ്ഞെടുപ്പിന്റെ കാശ് 42 ലക്ഷം ഉറുപ്പിക. കേരളത്തിൽ നല്ല EVM 102 സീറ്റിലാണ് ജയിച്ചിരിക്കുന്നത്. എടോ, EVM ടാമ്പർ ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു, എന്തെങ്കിലും നടക്കുമായിരുന്നു. ഞാനൊക്കെ 2016 ഈ 89 വോട്ടിനും തോറ്റിട്ട് ഇവിടെ അത് നടക്കുകയായിരുന്നോ? ഇതൊക്കെ ഏത് ലോകത്താണ്? ഞാനൊരു പരിഹാസത്തിന് വേണ്ടി പറഞ്ഞല്ല. ഇന്ത്യയിലെ ഒരു ഓപ്പോസിഷൻ ലീഡർ ഈ രാഹുൽ ഗാന്ധിയും കമ്പനിയും കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തോടുകൂടി ഇവരുടെ ഗതി ഇതാണ്. ഇത് മാത്രമാണോ? ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇയാളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുൽവാമയിൽ ഭീകരാക്രമണം നടന്നു. രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആയിരുന്നു എന്ന് 6 മാസം പ്രായമുള്ള കുട്ടികൾ പോലും സമ്മതിക്കുന്നു. ചങ്ങാതി ചോദിക്കുന്നത് തെളിവുണ്ടോ പാകിസ്ഥാനാണെന്ന്? പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നുള്ളതിന് തെളിവുണ്ടോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇയാളെ പറ്റി എല്ലാവർക്കും അറിയാം, തലയ്ക്ക് സ്ഥിരമില്ല എന്നുള്ളത്. പക്ഷെ ഇയാൾ വിദേശത്ത് പോയിട്ട് പറയുകയാണ്, വാഷിംഗ്ടണിലാണ് ഇത് പറഞ്ഞത്. വാഷിംഗ്ടണിൽ ചെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്, പുൽവാമ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണോ എന്നുള്ള കാര്യത്തിൽ തെളിവില്ല. ഇയാളെയാണോ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തേണ്ടത്? ചില വീടുകളിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ബോർഡ് കാണുന്ന ഇത് ഒട്ടിക്കും, മുത്തപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ വളയനാട് ദേവി. ഇതുപോലെയാണ് സത്യത്തിൽ നമ്മൾ വെക്കേണ്ടത്. ഈ രാഹുൽ ഗാന്ധി BJP-യുടെ ഐശ്വര്യം അല്ലെങ്കിൽ നോക്കൂ, ഈ വിദ്യാർത്ഥികളുടെ സമരം ഒരു ലോജിക്കൽ എൻഡിൽ അവരെത്തിക്കുമായിരുന്നു. എന്തോ ആയിക്കോട്ടെ, കുട്ടികളൊരു സമരം നടത്തി, അത് നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ അവരെത്തിക്കും. ഈ ചങ്ങാതി കുപ്പായിട്ട് ഇറങ്ങിയതോടുകൂടി ആ കുട്ടികൾ നടത്തിയ സമരം അനാഥമായി പോയി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നൽകിയ സംഭാവന എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇയാൾ എവിടെയെല്ലാം സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അവിടെ എല്ലാം ഇതാണ്. ഇപ്പൊ പുൽവാമ ആക്രമണത്തിൽ ഇയാൾക്ക് തെളിവ് വേണം. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ആക്രമണം നോക്കൂ, മതം ചോദിച്ചുകൊണ്ട്, എന്താ പേര്, അച്ഛന്റെ പേര് ഇപ്പൊ മനസ്സിലായിട്ട്, കിട്ടുതാലി, നമ്മുടെ രാമചന്ദ്രന്റെ അടക്കം, മലയാളിയായിട്ടുള്ള അടക്കം, അതിഭീകരമായിട്ടുള്ള. എന്തിനാ അവർ ചെയ്തത്? കാശ്മീർ സമാധാനമായതുകൊണ്ട്, അവിടെ ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട്. 45-50 വർഷത്തിന് ശേഷം നമ്മുടെ റിയാസ് ഇല്ലേ, ടൂറിസം മന്ത്രി, അവനോട് ചോദിക്കുന്നത്, ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് മലയാളികൾ ഏറ്റവും തീർത്ഥാടകർ, ടൂറിസ്റ്റുകൾ എവിടേക്കാ പോയതെന്ന് റിയാസിനോട് നിങ്ങൾ ചോദിച്ചാൽ അയാൾ പറയും, ജമ്മു കാശ്മീരിലേക്കാണ് പോയത്. ഏറ്റവും കൂടുതൽ മലയാളികൾ ജമ്മു കാശ്മീരിലേക്ക് പോയത്. അത് ആര് കാരണം? മോദി കാരണം. എന്താ? 370 വകുപ്പ് എടുത്തു കളഞ്ഞു, കല്ലേറ് നിർത്തി, ആക്രമണങ്ങൾ അവസാനിച്ചു, സിനിമാ തിയേറ്ററുകൾ തുറന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, കളിക്കളങ്ങൾ ഉണർന്നു, അവിടെ ഒന്നും ഭീകരാക്രമണമില്ല. അങ്ങനെ ആ നാട്ടിൽ ജനാധിപത്യം പുലർന്നു. 500ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി. അവിടെ നാഷണൽ കോൺഫറൻസിന്റെ സർക്കാർ വന്നു. എല്ലാം സമാധാനമായി എന്നാണ്. പാകിസ്ഥാന് പിന്നെ പണിയില്ലല്ലോ. അതിന് മറുമരുന്നായിട്ടാണ് അവിടെ ഈ
പഹൽഗാം ആക്രമണം തീവ്രവാദികൾ നടത്തിയത്. പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്ക്. നമ്മൾ നല്ല തിരിച്ചടി കൊടുത്തു, ഇതുവരെ ഇല്ലാത്ത തിരിച്ചടി കൊടുത്തു. കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല. നമ്മൾ അസലായിട്ട് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ മറുപടി പറയും എന്ന് മോദി പറഞ്ഞു. അന്ന് രാത്രി തന്നെ നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം, അവരുടെ വ്യോമയാന കേന്ദ്രങ്ങളടക്കം, എയർഫോഴ്സിന്റെ ആസ്ഥാനം അടക്കം നമ്മൾ ശരിപ്പെടുത്തി. പക്ഷെ സംശയം തീരാത്ത ഒരേ ഒരാൾ ഈ ചങ്ങാതിയാണ്, രാഹുൽ ഗാന്ധി. LOP ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് ഇപ്പോഴും സംശയമാണ് പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ ചെയ്തത് ശരിയാണോ അല്ലയോ. വേറെ ഇവിടെ ആർക്കും ഒരു സംശയമില്ല, കോൺഗ്രസ്സുകാർക്ക് പോലും ഉള്ളിൽ സംശയം ഉണ്ടാവില്ല. പക്ഷെ രാഹുൽ ഗാന്ധി സംശയം. 2014 ജൂൺ മുതൽ, ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഇവിടെ ആർക്കും പരിശോധിക്കാം, പാർലമെന്റ് സമ്മേളനങ്ങൾ, എല്ലാ പാർലമെന്റ് സമ്മേളനങ്ങളിലും ഇയാൾ തടസ്സപ്പെടുന്നു. ആദ്യം 42 ആളെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ കുറെ മൈൻഡ് ചെയ്യാതിരുന്നു. ഇപ്പൊ 100 ആളായി. ഇപ്പൊ കുറച്ചുകൂടി ശബ്ദം കൂടി.